ചോദിക്കാൻ നമ്മൾ ചോദിക്കണ്ടേ അത് ചോദിക്കാൻ നമ്മളല്ലേ ഉള്ളൂ. KSRTCയുടെ കടം എങ്ങനെയാ കുമിഞ്ഞുകൂടിയത്? KSRTCക്ക് ഇങ്ങനെ എത്രയും വലിയ ബാധ്യത എന്തുകൊണ്ടാണ് വന്നത്? KSRTCയിൽ 250 മുതൽ 300 വരെ 280 വരെ കോടി രൂപ വരുമാനം ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് KSRTCക്ക് ശമ്പളം കൊടുക്കാൻ കൃത്യമായി വരുമാനം ഉണ്ടാകുന്നില്ല? 357 കോടി 451 പറഞ്ഞത് KTDFC കടമുണ്ടെന്ന് പറഞ്ഞു നമ്മളോട്. അപ്പോൾ നമ്മൾ ചോദിച്ചു, എന്നാ പിന്നെ ആ കടത്തിന്റെ വിവരങ്ങൾ ആ വിവരം ഇതാ, കടമുണ്ടെന്ന് പറഞ്ഞാൽ പോരല്ലോ, കടത്തിന്റെ വിവരമൊന്നും വേണ്ടേ? ഔദ്യോഗികമായി ജനറൽ സെക്രട്ടറി തന്നെ ആ വിഷയത്തിൽ കത്ത് കൊടുത്തു. എന്നാ പിന്നെ കടത്തിന്റെ വിവരം കടത്തിനുമായി ബന്ധപ്പെട്ട് ചർച്ച വയ്ക്ക്, ഞങ്ങൾക്കൊന്ന് അറിയട്ടെ. ആ ചർച്ചയിലേക്ക് പോയ സമയത്ത് നാളിതുവരെ KSRTC ആ KTDFCയുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഒരു വ്യക്തത വരുത്തി തന്നിട്ടില്ല. BMS വന്നിട്ടില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ട ബിജു പ്രഭാകരൻ, ബഹുമാനപ്പെട്ട ആന്റണി രാജു മന്ത്രി വന്നത് BMSനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു സഹായം ചെയ്യണം കേട്ടോ. എന്താ സഹായം? ഈ കടം അവർക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഇന്നലെ വിളിച്ചിരുന്നു, യോഗത്തിൽ വിളിച്ചിരുന്നു. എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? ശ്രീരാമകൃഷ്ണ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് KTDFCക്ക് അവർ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് കോടതിയിൽ അവർക്ക് കോടതി വിഷയം വന്നിരിക്കുകയാണ്. അതിന്റെ ഗ്യാരണ്ടർ സർക്കാരാണ്. ആ പൈസ നിങ്ങൾക്കാണ് തന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിന് അമാന്തം പാടില്ല. അടിയന്തരമായി KSRTC പൈസ കൊടുക്കണം. അതല്ലെങ്കിൽ ഇനി അടുത്ത് വരുന്ന പ്ലാൻ ഫണ്ട് അടക്കമുള്ള ഒരു കാര്യത്തിലും KSRTC എല്ലാ പൈസ KTDFC കൊടുക്കേണ്ടി വരും. എന്താണെന്ന് തീരുമാനം പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും സഹകരിക്കണം കേട്ടോ. എങ്ങനെ സഹകരിക്കുക? വ്യക്തമായ കണക്ക്, വ്യക്തവും വസ്തുതാപരവുമായ ഒരു കണക്കില്ലാത്ത എഴുതിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം BMSനുണ്ടോ? സപ്പോർട്ട് ചെയ്തില്ല. ആ കണക്ക് കള്ളക്കണക്കാണെന്നും അത് മറ്റെന്തോ ആവശ്യത്തിന് മറ്റാരോ ഉപയോഗിച്ചാണെന്നും അതുകൊണ്ട് തന്നെ അത് കൊടുക്കാൻ അനുവദിക്കില്ല എന്നും BMS ആ മീറ്റിംഗില് മുഖത്ത് നോക്കി പറയേണ്ട അവസ്ഥ വന്നു. അവസാനം എന്താ? മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് പത്രമാധ്യമങ്ങളിലൊക്കെ വന്ന KTDCയുടെ കടം KSRTCക്കുള്ള അത് തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞാൽ അതേ മുഖ്യമന്ത്രി 337 കോടി രൂപ എന്ന് പറഞ്ഞ് രണ്ടാമത് കണക്ക് റീസ്ട്രക്ചർ ചെയ്ത സാധനം അത് സർക്കാർ അടച്ചെങ്കിൽ അതിന്റെ ക്രെഡിറ്റും അതിന്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് ഈ പറയുന്ന കൊടി പിടിക്കുന്ന BMSകാർക്കല്ലേ? നമ്മളില്ലായിരുന്നെങ്കിൽ ആ ചോദിക്കുമായിരുന്നു. ഈ 357 അവസാനം വന്ന 400 കോടിക്ക് മുകളിലെന്നാ പറയുന്നത്. ആ 400 കോടി രൂപ KSRTCയിലെ ഞാനും നിങ്ങളും കൊണ്ടുവരുന്ന ഈ ടിക്കറ്റ് വരുമാനവും ടിക്കറ്റ് ഇതര വരുമാനത്തിൽ നിന്നും എടുത്തടയ്ക്കേണ്ട ഗതികേട് ഉണ്ടാവില്ലായിരുന്നോ? ഈ 400 കോടി എവിടുന്ന് നമ്മൾ കൊടുക്കാൻ സാധിക്കും? അപ്പൊ BMSന്റെ പ്രസക്തി എന്ത് എന്നുള്ളതിന്റെ ചോദ്യങ്ങളുടെ ചില ഉത്തരങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. ഇതാണ് BMSന്റെ പ്രസക്തി. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് പിറ്റേ ദിവസം വാർത്താ സമ്മേളനം നടത്തി ഞങ്ങളാണ് ഇതിന്റെ അച്ഛൻ എന്ന് BMS പറഞ്ഞു കിടക്കാറില്ല. വസ്തുത എന്താണോ ആ വസ്തുത പഠിച്ച് മനസ്സിലാക്കി അത് പറയേണ്ടടുത്ത് പറഞ്ഞ് തിരുത്തിക്കാൻ ഞങ്ങൾക്കറിയാം. അതറിയാമെന്നുള്ളത് കൊണ്ട് BMS അടുത്ത റഫറണ്ടത്തിൽ